മിസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒറ്റ വിസിലിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ബിരിയാണി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാറ്റി വെക്കാം. ഇതുപോലെ ഇങ്ങനെ കഴുകിയിട്ട് മാറ്റി വെച്ചാൽ മതി. അത് ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്തൊന്നും വെക്കണ്ട. കുതിർത്തുണ്ടാക്കുന്ന ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അത് വെള്ളം പിടിച്ചിട്ട് അല്ലേ ഇരിക്കുന്നത്. സമയം നമ്മളിത് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വെള്ളം കുതിർത്ത് വെക്കാറില്ല, ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. എല്ലുള്ള പീസസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 15 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി ഞങ്ങൾക്കിവിടെ 2 പേർക്ക് നല്ല ലാവിഷായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഈ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പരട്ടിയെടുക്കാം. ആയിട്ട് പരട്ടിയതിന് ശേഷം ഇതൊരു മണിക്കൂറൊക്കെ നേരം ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പരട്ടിയിരിക്കുന്ന ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കും കേട്ടോ. എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് ഇങ്ങനെ ആക്കിയിട്ട് മാറ്റി വെക്കണേ കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 3 ലിറ്ററിൻ്റെ കുക്കറാട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു കുക്കറിലാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു, ഇതിങ്ങനെ ചുറ്റിച്ചു കൊടുത്തു. ഇതിലേക്ക് നമ്മൾ പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആട്ടോ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഒരു ഹാഫ് കുക്ക് അത്ര ആയിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്നും ഇത് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇനി നമുക്കിത് വേവിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ അത് ചിക്കൻ അങ്ങ് ഉടഞ്ഞു പോകത്തില്ല. കുറച്ച് സമയം ഇങ്ങനെ കടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡ് മൂക്കും. അപ്പോൾ അത് നമുക്ക് മറിച്ചിടാം. ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചതച്ച് വെച്ചിട്ടുണ്ട്. തക്കാളിയും സവാളയും അരിഞ്ഞും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരിയും കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഇതിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാട്ടോ നമ്മളിതെല്ലാം കോരി മാറ്റിയേക്കുന്നത്. അപ്പോൾ ഭയങ്കര ഡ്രൈ ആവുന്ന രീതിയിൽ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ഹാഫ് കുക്ക് അത്രയും മതിയിട്ടത്. ആ വറുത്തപ്പോൾ ഒഴിച്ച എണ്ണ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 കഷ്ണം കറുവപ്പട്ട, 3 ഏലക്ക, 6 ഗ്രാമ്പൂ, കറുത്ത ഏലക്ക ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, 1/4 ടീസ്പൂൺ സാജീരകം, 2 ഇതൾ ജാതിപത്രി. അതൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കാം. സവാള ചേർക്കാം. ഇനി ഇതിലൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് വഴന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബ്രൗൺ നിറമൊന്നും ആകണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് അയച്ചാൽ മതി കേട്ടോ. ഒന്ന് ചെറുതായിട്ട് വാടിയച്ചാൽ മതി. ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണ തക്കാളി, തക്കാളിയും കൂടി ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതേപോലെ കേട്ടോ. നമ്മുടെ സവാളയും തക്കാളിയും എല്ലാ മസാലകളും നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഞാൻ അധികം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറിനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മസാലയ്ക്കും ചോറിനും കൂടി ആയിട്ടുള്ളതാണ് ഇടുന്നത്. ഈ മസാലയ്ക്കകത്ത് തന്നെയാണ് ചോറ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഉപ്പ് ചേർക്കുന്നത്. ബിരിയാണി മസാല കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് പക്ഷേ
സാധാരണ ഞാൻ എന്ത് മസാലപ്പൊടികളും സ്പൂണിലെടുക്കുമ്പോൾ നികത്തിയാണ് എടുക്കുന്നത്. പക്ഷേ ഈ ബിരിയാണി മസാല ഞാൻ കുമിച്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇതിങ്ങനെ കുമിച്ചാണ് എടുത്തേക്കണത്. ഏത് ബ്രാൻഡിനെ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത് തന്നെ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബിരിയാണി മസാല അതിനകത്ത് ചേർക്കാം. അപ്പോൾ അത് ചിക്കൻ്റെ ബിരിയാണി മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല നന്നായിട്ടൊന്ന് ഇതിൽ മൂപ്പിച്ചെടുക്കാം. മസാലയൊക്കെ മൂത്തു, എണ്ണയൊക്കെ ഇങ്ങനെ ഒന്ന് എണ്ണയും നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ബോൺലെസ് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. അതാട്ടോ ഞാനിപ്പോൾ ബോൺലെസ് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്നത്. അതായത് ചിക്കൻ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഏത് പാത്രത്തിലാണോ അരി എടുത്തത് അതേ പാത്രത്തിൽ തന്നെ വേണം വെള്ളം എടുക്കാൻ. അപ്പം ഈ കപ്പിൽ നികത്തിയല്ലേ നമ്മൾ അരി എടുത്തത്, അപ്പോൾ അതേപോലെ തന്നെ വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് വെക്കുന്നത്. ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്നും കൂടെ നോക്കാം കേട്ടോ. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അത് ഞാൻ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മസാലയിലാണ് നമ്മൾ അധികം ഉപ്പ് ചേർത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് മസാലയിൽ ഉപ്പ് ചേർത്ത ശേഷം ഞാൻ ഉടനെ തന്നെ വെള്ളം ഒഴിച്ചു വിട്ടു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സവാളയിലൊന്നും ഉപ്പ് പിടിച്ചിട്ടുണ്ടാവത്തില്ല. ഇനി ഇതിവിടെ ഇങ്ങനെ ഇതൊന്ന് തിളയ്ക്കട്ടെ. ബിരിയാണിയിൽ വെള്ളമൊക്കെ ഒഴിച്ച ശേഷം ഇതൊന്ന് തിള വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തിള വന്നതിന് ശേഷം കുക്കറൊന്ന് അടച്ചു വെക്കാം. കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ തീ കൂടുതൽ കുറവെന്നൊക്കെ പറയണത് അതൊക്കെ ബിരിയാണിയുടെ കാര്യത്തിൽ ഈ ഫ്ലെയിമിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെള്ളം തിളപ്പിച്ചെടുത്തത്. തിളപ്പിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ചത് കേട്ടോ. ഇതാ അതിന് 1 വിസിൽ വന്നു കേട്ടോ. കുക്കറിൽ 1 വിസിൽ വന്നല്ലോ. ഇനി നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്യേണ്ട, അത് അങ്ങനെ തന്നെ അവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഇതിൻ്റെ ഫുൾ പ്രഷറും പോയി കഴിഞ്ഞ ശേഷം ഓപ്പൺ ആക്കിയാൽ മതി. ഇതിപ്പോൾ ഇത് ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ കേട്ടോ. മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് എല്ലാം കൂടെ അത് യോജിപ്പിക്കാം. കുക്കർ ബിരിയാണി കേട്ടോ. എത്ര എളുപ്പമാണെന്ന് നോക്കി. ഞാൻ വേറെ പാത്രങ്ങളൊന്നും എടുത്തില്ല. ഈ ഒരൊറ്റ കുക്കറിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഒറ്റ ഒരു വിസിൽ മതി. അപ്പം തന്നെ നമുക്കൊരു ബിരിയാണി ആയി കഴിഞ്ഞു അല്ലേ.